എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ആ പേഴ്സൺ ഈ ഒരു നിമിഷം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ മനസ്സിൽ ഈ നിമിഷം എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കടക്കാം. വരും. ആ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ മനസ്സിലാകുന്നത്, എനിക്കിവിടെ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്. 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ആ പേഴ്സൺ നിങ്ങളുടെ പിണക്കത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ഒത്തിരി ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം, ആ പേഴ്സൻ്റെ വിവാഹത്തെക്കുറിച്ച്, ആ പേഴ്സൻ്റെ കല്യാണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വിവാഹത്തെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നതെന്നൊക്കെ ഞാൻ പറയാം. അതുപോലെ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, ആ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം സ്റ്റെബിലിറ്റി. അതായത് ആ പേഴ്സൻ്റെ കരിയറിലും ആ പേഴ്സൻ്റെ ജീവിതത്തിലുമുള്ള സ്റ്റെബിലിറ്റിയെക്കുറിച്ച്. സ്റ്റെബിലിറ്റിക്ക് ആ പേഴ്സൺ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അതിനെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഈ 4 കാര്യങ്ങളാണ് ആ പേഴ്സൺ പ്രധാനമായിട്ടും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്ന് പറയാം. അതായത് നിങ്ങളെക്കുറിച്ചും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ചും സ്റ്റെബിലിറ്റിയെക്കുറിച്ചും അതുപോലെ ആ പേഴ്സൻ്റെ വിവാഹത്തെക്കുറിച്ചും. ഈ കാര്യങ്ങളാണ് ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചിന്തിക്കുന്നത്. നമുക്ക് ആ പേഴ്സൺ ചിന്തിക്കുന്ന ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. ഓക്കെ. പേഴ്സൻ്റെ കല്യാണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വിവാഹത്തെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സൻ്റെ വിവാഹത്തെക്കുറിച്ച് ആ പേഴ്സൺ അല്ല കൂടുതൽ ചിന്തിക്കുന്നത്. ആ പേഴ്സണ് പ്രിയപ്പെട്ടവരുണ്ടല്ലോ, ആ പേഴ്സണ് വേണ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ ആ പേഴ്സണ് പ്രിയപ്പെട്ട ആളുകളുണ്ടല്ലോ, അവർ ആ പേഴ്സൻ്റെ വിവാഹത്തെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നുണ്ട്. അവർ ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സണോട് ചോദിക്കുന്നുമുണ്ട്. അതായത് ഇനിയൊരു വിവാഹം കഴിച്ചൂടെ, അല്ലെങ്കിൽ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചൂടെ എന്നൊക്കെ, അല്ലെങ്കിൽ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്നൊക്കെ ആ പേഴ്സൻ്റെ വേണ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ ആ പേഴ്സണ് പ്രിയപ്പെട്ടവർ ആ പേഴ്സണോട് ചോദിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു സമയത്ത് മാത്രം ആ പേഴ്സൻ്റെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അല്ലാതെ ആ പേഴ്സൺ എപ്പോഴും ആ പേഴ്സൻ്റെ കല്യാണത്തിനെക്കുറിച്ചോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊന്നുമില്ല. പക്ഷേ ആ പേഴ്സൻ്റെ വേണ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ ആ പേഴ്സണ് പ്രിയപ്പെട്ടവർ ആ പേഴ്സണോട് ചോദിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ആ പേഴ്സൻ്റെ സുഹൃത്തുക്കളുടെ വിവാഹം നടക്കുന്ന സമയത്ത് ആ സമയത്ത് അവരൊക്കെ ചോദിക്കും. ആ പേഴ്സൻ്റെ വിവാഹത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട്. ആ പേഴ്സൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ ആയിക്കോട്ടെ, ആ പേഴ്സണ് പ്രിയപ്പെട്ടവർ ചോദിക്കുമ്പോൾ ആയിക്കോട്ടെ, ആ ഒരു സമയത്ത് വിവാഹത്തെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അല്ലാതെ കൂടുതലായിട്ട് എപ്പോഴും അതിനെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ സ്റ്റെബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ പേഴ്സൻ്റെ ജീവിതത്തിലാണെങ്കിലും ആ പേഴ്സൻ്റെ കരിയറിലാണെങ്കിലും ആ പേഴ്സൺ സ്റ്റെബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും ആ പേഴ്സൻ്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ആ പേഴ്സൺ കരിയറിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. ആ പേഴ്സൺ ചെയ്യുന്ന ജോലി അതെന്താണെങ്കിലും അതിന് ആ പേഴ്സൺ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. അതിൻ്റേതായ പ്രാധാന്യം ആ പേഴ്സൺ കൊടുക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൺ ചെയ്യുന്ന ജോലിക്ക്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കരിയറിന് ആ പേഴ്സൺ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. വളരെയധികം. മറ്റെന്തിനേക്കാളും മേ ബി ആ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്നത് ആ പേഴ്സൻ്റെ കരിയറിനായിരിക്കാം. അല്ലെങ്കിൽ ആ പേഴ്സൺ ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത് ആ പേഴ്സൻ്റെ ഫാമിലിക്കായിരിക്കാം.
അല്ലെങ്കിൽ ആ പേഴ്സണ് പ്രിയപ്പെട്ടവർക്കായിരിക്കാം, അത്രത്തോളം പ്രിയപ്പെട്ടവർക്കായിരിക്കാം. അതിനുശേഷം ആ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ആ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആ പേഴ്സൻ്റെ കരിയറിനാണ്. ആ പേഴ്സൻ്റെ കരിയറിന് ആ പേഴ്സൺ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, വളരെയധികം. അതെനിക്ക് എടുത്തു പറയണം, കാരണം അത്രയും ശക്തമായിട്ടുള്ള ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. എന്തായാലും അത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ. ഇനി ആ പേഴ്സൺ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിനെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് ഒരുപാട് തടസ്സങ്ങളുള്ളതായിട്ട് ആ പേഴ്സണ് തോന്നുന്നുണ്ട്. പെട്ടെന്നൊന്നും ആ പേഴ്സൺ വിചാരിക്കുന്നത് പോലെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അത്ര പെട്ടെന്ന് മാറുമോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. അതിന് എന്തൊക്കെയോ തടസ്സങ്ങളുള്ളതായിട്ട് ആ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് നിങ്ങൾ തയ്യാറാകുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല. നിങ്ങൾക്കതിന് ഇഷ്ടമാണോ? നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന അത്രത്തോളം തന്നെ നിങ്ങളും ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. മേ ബി അത് ആ പേഴ്സൺ പറയുന്നുണ്ടാവില്ല, പക്ഷേ ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അത്രത്തോളം നിങ്ങളും ഇപ്പോഴും ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആ പേഴ്സൺ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ നിങ്ങളും ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട്. എന്തായാലും ഒരു ന്യൂ ബിഗിനിങ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത് മാറണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാറുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല. അത്ര പെട്ടെന്ന് മാറില്ല എന്ന് ആ പേഴ്സൺ അറിയാം. അതായത് അത്ര പെട്ടെന്നൊരു പുതിയ തുടക്കം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരുപാട് തടസ്സങ്ങളുള്ളതായിട്ട് ആ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിച്ചാലും അത്ര പെട്ടെന്നൊന്നും ഒരു പുതിയ തുടക്കം ഉണ്ടാകില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ പെട്ടെന്നുണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. കാരണം മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിച്ചാൽ അത് നടക്കുമോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. പക്ഷേ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് എന്തായാലും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നറിയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്? നിങ്ങൾ ആ പേഴ്സണോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആ പേഴ്സണോട് എന്തെങ്കിലും സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ് എന്നറിയാൻ ആ പേഴ്സണ് ആഗ്രഹമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. മേ ബി ആ പേഴ്സൺ ഇതിനെക്കുറിച്ചായിരിക്കാം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, ആ പേഴ്സണോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നായിരിക്കാം ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ എന്താണ്, നിങ്ങളുടെ ചിന്തകൾ എന്താണ്, നിങ്ങൾ ആ പേഴ്സണെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് അറിയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നറിയാൻ ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസൊനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക. എനിക്കിവിടെ ലഭിച്ച മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.